من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളും അവൻ്റെ വിധി വിലക്കുകളും കഴിവിൻ്റെ പരമാവധി പുലർത്തിപ്പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അത് അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇർബാദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, വഅളന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൗഇളതൻ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഒരു ദിവസം ചില ഉപദേശങ്ങൾ നൽകി. ആ ഉപദേശത്തിൻ്റെ പ്രത്യേകത സഹാബി പറയാണ്, ദറഫത് മിൻഹൽ ഉയൂൻ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വസിയത്ത്, ആ ഉപദേശത്തിൽ ഞങ്ങളുടെ കണ്ണുകൾ നനഞ്ഞു. വവജിലത് മിൻഹൽ ഖുലൂബ്. പേടി കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ വിറച്ചുപോയി. അത്രമാത്രം ഒരുപാട് ഉപദേശങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് നൽകുകയാണ്. ഇത് കേട്ട മാത്രയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ചോദിച്ചു, ഫഖുൽനാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഇന്ന ഹാദിഹി ലമൗഇളതു മുവദ്ദിഅ. നബിയെ, താങ്കളുടെ ഉപദേശം കേൾക്കുമ്പോൾ ഒരു വിടവാങ്ങൽക്കാരൻ്റെ ഉപദേശം പോലെയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിൽ നിന്ന് വിടവാങ്ങുന്നത് പോലുള്ള ഒരു ഉപദേശമാണ് സഹാബത്തിന് നൽകിയത്. അതുകൊണ്ടാണ് സഹാബത്ത് അത് ചോദിച്ചത്. അതുകൊണ്ട് സഹാബത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, ഫമാദാ തഅഹദു ഇലൈന. നബിയെ, എന്താണ് താങ്കൾക്ക് ഞങ്ങളോട് വസിയത്തായി നൽകുവാനുള്ളത്? കാരണം അത്രമാത്രം സഹാബത്തിൻ്റെ കണ്ണ് നനയിപ്പിച്ച, സഹാബത്തിൻ്റെ ഹൃദയങ്ങൾ വിറച്ചുപോയ ചില ഉപദേശങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സന്ദർഭത്തിൽ സഹാബത്തിന് നൽകിയത്. ഇത് വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ പറഞ്ഞു, സഹാബത്ത് അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ മാറ്റങ്ങളും അവരറിയും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷമുണ്ടായാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സങ്കടമുണ്ടായാൽ, ദേഷ്യമുണ്ടായാൽ, വെറുപ്പുണ്ടായാൽ എല്ലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖത്ത് നിന്ന്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൽ നിന്ന് സഹാബത്ത് മനസ്സിലാക്കിയെടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു സംസാരം, ആ ഒരു ഉപദേശം റസൂലുള്ള അവരിൽ നിന്ന് വിടവാങ്ങുന്നത് പോലെ സഹാബത്തിന് തോന്നിയത്. അതുകൊണ്ട് ആ സഹാബത്ത് റസൂലുള്ളാഹിയോട് ചോദിച്ചു, നബിയെ, അങ്ങ് ഞങ്ങളിൽ നിന്ന് വിട പറയുന്നത് പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ഉപദേശം ഞങ്ങൾക്ക് നൽകാനുണ്ടെങ്കിൽ അത് നൽകിയാലും എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അപ്രകാരമായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതൊരു സ്വഭാവവും അവർക്ക് തിരിച്ചറിയുമായിരുന്നു. അതുപോലെ തന്നെ പ്രവാചകന്റെ മക്കൾ പലപ്പോഴായി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അത് പറയാറുണ്ട്. എന്ന് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത വേദനയുണ്ട്. അത് റസൂലുള്ളാഹി പറയുമായിരുന്നു, പക്ഷേ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസം ഫാത്തിമ റളിയല്ലാഹു തആല മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് ഹദീസുകളിലുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രയാസം കണ്ട മാത്രയിൽ ഫാത്തിമ റസൂലുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്, വാ ഖർബായാഹ, എൻ്റെ ഉപ്പാക്ക് എന്തൊരു പ്രയാസമാണ്, എൻ്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ്. ഇത് പറഞ്ഞ മാത്രയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമയോട് പറഞ്ഞു, ഫഖാല ലഹ ലൈസ ലഹ അലാ അബീക കർബുൻ ബഅദൽ യൗം, മോളെ ഇന്നത്തെ ദിവസത്തിന് ശേഷം നിന്റെ ഉപ്പാക്ക് പ്രയാസമില്ല, വേദനയില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരവസ്ഥയിലായിരുന്നാണെങ്കിലും സ്വഹാബത്തിനും ഭാര്യമാർക്കും മക്കൾക്കും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. ഇത് റസൂലുള്ളാഹിയോട് സഹാബത്ത് ചോദിച്ച മാത്രയിൽ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ഉപദേശങ്ങൾ നൽകുകയാണ്. അതിലൊന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖാല ഖദ് തറക്തുകും അലൽ ബൈദാ, ഞാനിതാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങളിൽ നിന്ന് വിട പറയാൻ സമയമായിരിക്കുന്നു. അതുകൊണ്ട് ഖദ് തറക്തുകും അലൽ ബൈദാ, ഞാൻ നിങ്ങളിൽ നിന്ന് പോവുകയാണെങ്കിലും നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത് വളരെ പ്രശോഭിതമായ വെളിച്ചമുള്ള ഒരു വഴിയിലാണ്. ആ വഴിയുടെ പ്രത്യേകത റസൂലുള്ളാഹി പറഞ്ഞു, ലൈലുഹ കനഹാരിഹ, ഞാൻ നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്ന ഒരു വഴിയുണ്ടല്ലോ, ആ പാതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ രാത്രി പോലും പകൽ പോലെ പ്രശോഭിതമാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, ലാ യസിഗു അൻഹാ ഇല്ലാ ഹാലിക്, ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന വിട്ടേച്ചു പോകുന്ന ആ ശുദ്ധമായ പാതയിൽ നിന്ന്, പ്രതലത്തിൽ നിന്ന് സ്വയം നശിക്കാൻ ഉദ്ദേശിച്ച ഒരാളല്ലാതെ വഴിവെച്ചു പോവുകയില്ല. എത്ര സത്യമാണ് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ഖുർആനിന്റെ സുന്നത്തിന്റെ ആ പാതയിൽ നിന്ന് വ്യക്തികളാകട്ടെ സംഘങ്ങളാകട്ടെ അവർ തെറ്റിപ്പോയിട്ടുണ്ട് എങ്കിൽ സ്വയം വഴിപിഴച്ചു പോകാൻ ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ്. അതല്ലാത്ത ഒരാൾക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ പാതയിൽ നിന്ന് വഴിപിഴച്ചു പോകാൻ ഒരു സാധ്യതയുമില്ല. കാരണം അത്രയും വ്യക്തമായി അത്രയും കൃത്യമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ദീൻ, എന്താണ് ഇസ്ലാം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനുശേഷം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബത്തിനോടായി പറഞ്ഞു, മൻ യഇശു മിൻകും ബഅദി, എനിക്ക് ശേഷം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ജീവിക്കുന്നുവെങ്കിൽ, അത് യഥാർത്ഥത്തിൽ ഉലമാക്കൾ പറഞ്ഞു ഐ ബഅദ മൗതി, എൻ്റെ മരണശേഷം നിങ്ങൾ ആരെങ്കിലും ജീവിക്കുകയാണ് എങ്കിൽ ഫസയറാ ഇഖ്തിലാഫൻ കതീറ, പൂർവിക സമുദായങ്ങൾക്കുണ്ടായതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതൊരു സമുദായത്തിലും ഉണ്ടാകും, ഏതൊരു സമൂഹത്തിലും ഉണ്ടാകും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എൻ്റെ മരണശേഷം നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയില്ല എന്നല്ല, മറിച്ച് ഫസയറാ ഇഖ്തിലാഫൻ കതീറ, ധാരാളക്കണക്കിന് ഖിലാഫത്തുകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കിടയിൽ നിങ്ങൾ കാണും. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വസിയത്തായി പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നതി, ആ സന്ദർഭങ്ങളിൽ നിങ്ങൾക്കിടയിൽ മതപരമായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന കാര്യത്തിൽ ഞാനിതാ നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു, അഭിപ്രായ വ്യത്യാസത്തെ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് ഫഅലൈക്കും ബിസുന്നതി, എൻ്റെ സുന്നത്ത്, എൻ്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, അതുപോലെ എൻ്റെ ചര്യ എപ്രകാരമാണ് നിങ്ങൾക്ക് ജീവിച്ച് മാതൃകയായി കാണിച്ചു തന്നത് ആ ഖുലഫാഉർ റാഷിദീങ്ങളുടെ മാർഗവും. അതുകൊണ്ട് ഈ പദത്തെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ പറഞ്ഞു, അൽ മഖ്സൂദു ബിഹിം അൽ ഖുലഫാഉർ റാഷിദൂന അൽ അർബഅ, ഈ ഖുലഫാഉർ റാഷിദുകൾ കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ഖിലാഫത്ത് ഏറ്റെടുത്ത പ്രമുഖരായ 4 സഹാബികൾ എപ്രകാരമാണ് ദീനിന്റെ കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്നത്, ആ നിലപാട് നിങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം എന്ന് മാത്രമല്ല വഅദ്ദു അലൈഹാ ബിന്നവാജിദ്,
ആ പാതയെ, എൻ്റെ ചര്യയെ, എൻ്റെ ഖുലഫാ റാഷിദുകളുടെ ചര്യയെ നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളം നിങ്ങൾക്ക് കാണും. അഭിപ്രായ വ്യത്യാസത്തിന്റെ പിന്നാലെ പോകാനല്ലോ പറഞ്ഞത്, മറിച്ച് അഭിപ്രായ വ്യത്യാസത്തിന്റെ ആ സന്ദർഭത്തിൽ എൻ്റെ ചര്യ, അതുപോലെ തന്നെ സഹാബത്തിന്റെ ചര്യ, അത് നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ, പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. മതത്തിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ ഓരോ സന്ദർഭങ്ങളിൽ, ഓരോ വർഷങ്ങളിൽ, ഓരോ ആഴ്ചകളിൽ, മാസങ്ങളിൽ പുതുതായി കുറെ കാര്യങ്ങൾ നിങ്ങൾ കണ്ടെന്നു വന്നേക്കാം. ആ കാര്യത്തെ സംബന്ധിച്ച് വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ, മതത്തിന്റെ കാര്യത്തിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളെ നിങ്ങൾ കരുതിയിരിക്കണം. കാരണം ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, മതത്തിലുണ്ടാകുന്ന എല്ലാ ബിദ്അത്തുകളും, പുത്തനാചാരങ്ങളും അതൊക്കെ വഴികേടാണ്. ചില റിവായത്തുകളിൽ കുല്ലു ളലാലത്തിൻ ഫിന്നാർ, മതത്തിലുണ്ടാകുന്ന എല്ലാ വഴികേടുകളും അതിനെ ഒരാൾ പിൻപറ്റുക മുഖേന ആ ളലാലത്ത് മനുഷ്യന്മാരെ നരകത്തിൽ കൊണ്ടെത്തിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരങ്ങളെ സഹാബത്തിന് പഠിപ്പിക്കുകയാണ്. ഇതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു വന്ന വിഷയം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതപരമായി എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും സഹാബത്ത് ഏതൊരു മാർഗത്തിലാണോ നിലകൊണ്ടത് ആ മാർഗത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് യഥാവിധം പഠിച്ച് ജീവിതത്തിൽ പകർത്തി സമൂഹത്തിന് പഠിപ്പിച്ചു നൽകിയവരാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. അതുകൊണ്ടാണ് ഏതൊരു അഭിപ്രായ വ്യത്യാസത്തിലും സഹാബത്തിന്റെ നിലപാട് നമ്മൾ അറിയണം, അത് ജീവിതത്തിൽ പകർത്തണം എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ടാണ് ആ മാർഗം വെടിഞ്ഞപ്പോഴുണ്ടായ അപകടങ്ങളാണ്, അഭിപ്രായ വ്യത്യാസങ്ങളാണ്, വ്യതിയാനങ്ങളാണ്, വ്യതിചലങ്ങളാണ് ഇന്ന് ലോകത്ത് എമ്പാടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും മതത്തിന്റെ കാര്യത്തിൽ പുതുതായി ഉണ്ടാകുന്ന ഏതൊരു കാര്യവും ആ കാര്യത്തിൽ നിങ്ങൾ സഹാബത്തിന്റെ നടപടിയിലേക്ക് മടക്കി നോക്കിയാൽ അവർക്കത് പരിചയമില്ല എങ്കിൽ അത് വലാലത്താണ്, അത് വഴികേടാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഖുതുബയിൽ നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത്, നബിദിനത്തിന്റെ പേരിൽ പാടിക്കൊണ്ടിരിക്കുന്ന മൗലൂദുകളിൽ ഇർത്തഖബത്ത് പാടിയത്, അള്ളാഹുവിന്റെ റസൂലിനോട് പാപമോചനം തേടിയത്, അബ്ദുക്കൽ മിസ്കീൻ, നബിയെ അങ്ങയുടെ സാധുവായ അടിമ എന്ന് വിശ്വാസികളെ കൊണ്ട് പറയിപ്പിക്കാനുള്ള കാരണമുണ്ടായത് അത് ആ സഹാബത്തിന്റെ മാർഗത്തിൽ നിന്ന് വഴിപിഴച്ചത് കൊണ്ടാണ്. സഹോദരങ്ങളെ, സഹാബത്തിന്റെ നടപടിക്രമം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ധമായി അവർ അനുകരിച്ചു. ഏതൊരു കാര്യമാണോ അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനെ പഠിപ്പിച്ചത് അതിന്റെ പിറകും മുമ്പും നോക്കിയില്ല, ഇടതും വലതും നോക്കിയില്ല. അള്ളാഹുവിന്റെ റസൂലാണോ ഞങ്ങൾക്കത് പഠിപ്പിച്ചു തന്നത്, അത് ഞങ്ങൾ പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം പ്രഥമ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു അനന്തര സ്വത്ത് വിഹിതം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില സംസാരങ്ങളുണ്ടായി. ആ സംസാരത്തിനിടയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു വാക്ക് മുഹദ്ദിസിന്റെ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അവിടുന്ന് പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലസ്തു താരികൻ ഷൈഅൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅമലു ബിഹി ഇല്ലാ അലിംതു ബിഹി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിച്ച ഒന്നുമേ ഞാൻ എൻ്റെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാതെ ഇരിക്കുകയില്ല. അള്ളാഹിന്റെ റസൂൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അതങ്ങനെ തന്നെ പ്രവർത്തിക്കുകയുള്ളൂ. മീറാസുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തര സ്വത്ത് വിഹിതം വെക്കുന്നിടത്ത് ചില സംസാരങ്ങളുണ്ടായി. ആ സംസാരത്തിനിടയിൽ പറഞ്ഞൊരു വാക്കാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണ് ഒരു കാര്യം പഠിപ്പിച്ചു തന്നത് ആ കാര്യം അത് ഞാൻ പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, വഇന്നി ലഅഖ്ശ ഇൻ തറക്തുഹു ഷൈഅൻ മിൻ അംരിഹി അൻ അസീർ. കാരണം എന്താണെന്നറിയോ? വഇന്നി ലഅഖ്ശ, തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു, ഇൻ തറക്തു ഷൈഅൻ മിൻ അംരി, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്തെങ്കിലും ഒരു കാര്യം ഞാൻ അത് ഉപേക്ഷിക്കൽ കൊണ്ട് ഞാൻ ഭയപ്പെടുന്നത് അൻ അസീഗ, ഞാൻ വഴിപിഴച്ചു പോകുമെന്നാണ്. നോക്ക് നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന എന്തെങ്കിലും ഒരു കാര്യം ഞാൻ അത് ഉപേക്ഷിച്ചാൽ ഞാൻ ദീനിൽ നിന്ന് വഴിപിഴച്ചു പോകുമെന്ന്
ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ എപ്രകാരമാണ് ഒരു കാര്യം കാണിച്ചു തന്നത് അതുപോലെ പ്രവർത്തിക്കാൻ ഞാൻ നിർബന്ധിതനാകുന്നത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സഹോദരങ്ങളെ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ അനുചരന്മാരെ കൊണ്ട് ഒരു യാത്ര പോവുകയാണ്. ആ യാത്ര പോയ സന്ദർഭത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു. ആ വിശ്രമ വേളയിൽ ചില ആളുകൾ ഒരു സ്ഥലത്ത് മാത്രം ലക്ഷ്യം വെച്ച് പോകുന്നതായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല കാണുകയാണ്. തൻ്റെ കൂടെയുള്ള സഹാബത്തിനോട് ചോദിച്ചു, എന്താണ് ഈ ആളുകൾ ചെയ്യുന്നത്? എവിടേക്കാണ് ഈ ആളുകൾ ഒരു സ്ഥലം ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മറ്റു സഹാബികൾ പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു യാത്ര പോയ സന്ദർഭത്തിൽ ഈ ആളുകൾ പോയ സ്ഥലത്ത് അള്ളാഹുവിന്റെ റസൂൽ അവിടെ വെച്ചുകൊണ്ട് ഒരു നമസ്കാരം നിർവഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇതേ സ്ഥലത്ത് നിന്ന് ആളുകൾ ആ സ്ഥലത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ആളുകൾ പോയത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അക്കാര്യം വിലക്കി. എന്നിട്ട് ആ പോയ ആളുകളോട് പറഞ്ഞു, മൻ അദ്റക്തുഹു സ്വലാത്തു ഫീ ഷൈഇൻ മിൻ ഹാദിഹിൽ മസാജിദ് അല്ലതി ഫീഹാ സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫൽയുസല്ലി ഫീഹാ. ആ പോയ ആളുകളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോയ സമയത്ത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതെങ്കിലും ഒരു നിസ്കാരം നിർബന്ധമായതുകൊണ്ട് അവിടെ നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ നമസ്കരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു ഫർള് നമസ്കാരത്തിന്റെ സമയത്താണ്, ളുഹറിന്റെ സമയത്താണ് അള്ളാഹുവിന്റെ റസൂൽ അവിടെ ഇറങ്ങിയത്. അതുകൊണ്ടായിരിക്കും അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തത്, അവിടെ ളുഹർ നമസ്കാരം നിർവഹിച്ചത്. അതല്ലാതെ നിങ്ങൾക്ക് ഒരു നിർബന്ധ നമസ്കാരത്തിന് സമയത്തിലല്ല എങ്കിൽ നിങ്ങൾ അവിടെ നമസ്കരിക്കാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് ഒരു നിർബന്ധ നമസ്കാരത്തിന്റെ സമയമാണെങ്കിൽ ഫൽയുസല്ലി ഫീഹാ, ആ സ്ഥലത്ത് നിങ്ങൾ നമസ്കരിക്കാം. അല്ല എങ്കിൽ ആ ഒരു സ്ഥലത്ത് മാത്രം നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി ബോധപൂർവം ആ സ്ഥലത്ത് നിങ്ങൾ തെരഞ്ഞെടുക്കരുത്. കാരണം അങ്ങനെ ഒരു സ്ഥലം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന് വേണ്ടി കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രവർത്തിക്കാത്തൊരു പ്രവൃത്തി പിന്നീട് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവർ തിരുത്തി പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടാൽ അവരത് ഒഴിവാക്കുകയില്ല. ഇനി അതല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ അതവർ ചെയ്യുകയുമില്ല. എന്ന് മാത്രമല്ല, മറ്റൊരു സംഭവം തവാഫിന്റെ സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വാചകം ഉലമാക്കൾ എടുത്തു കൊടുക്കുകയാണ്. ഒരു സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സഹാബത്തിനെയും കൊണ്ട് ഉംറ നിർവഹിക്കുകയാണ്. ആ സന്ദർഭത്തിൽ തവാഫ് ചെയ്യുകയാണ്. തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു, ഫീമർ റമലാനിൽ യൗം വൽ കശ്ഫു അനിൽ മനാഖിബ്. റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയാണ്, ഇപ്പൊ ഉംറക്ക് പോയിട്ടുള്ള ആളുകൾക്കറിയാം, 7 തവാഫിന്റെ ആദ്യത്തെ 3 റൗണ്ട് എന്ത് ചെയ്യണം? ഓട്ടോ അല്ല, നടത്തുമല്ല, അതിന് റമലിന്റെ നടത്തമെന്നാ പറയാം. കാലുകൾ അടുപ്പിച്ച് വേഗതയിൽ ആ 3 റൗണ്ട് എന്ത് ചെയ്യണം? പൂർത്തീകരിക്കണം. അത് റമലിന്റെ നടത്തമെന്നാണ് പറയാം. അതേപോലെ തന്നെ ഉംറക്ക് പോയിട്ടുള്ള ആളുകൾക്ക്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം 2 മുണ്ടുകളാണ്. അതിലൊരു മുണ്ട് എന്ത് ചെയ്യും? വലത്തെ ചുമൽ ഒളിവാക്കി ഇടത്തെ ചുമൽ മറച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക? തവാഫ് ചെയ്യുക. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. പിന്നീട് അതിനുശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഖിലാഫത്ത് ഏറ്റെടുത്ത സന്ദർഭത്തിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇത് ചെയ്യുന്നത്. ആ ചെയ്യുന്ന സന്ദർഭത്തിൽ സഹാബത്ത് കേൾക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയാണ്, എന്തിനാണ് ഈ സമയത്ത് ഞങ്ങൾ വലത്തെ ചുമൽ ഒഴിവാക്കുന്നത്? എന്തിനാണ് ഞങ്ങൾ ഈ സമയത്ത് കാലുകൾ എടുപ്പിച്ചു വെച്ച് ഈ റമലിന്റെ നടത്തം നടക്കുന്നത്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഖദ് അത്ത അല്ലാഹുൽ ഇസ്ലാം വനഫൽ കുഫ്ര വഅഹ്ലഹ. അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്ലാം ദീനിന് സ്വാധീനമുണ്ടായി. കാരണം എന്താ? മക്കയിലൊന്നും മുശ്രിക്കുകളില്ല, മുസ്ലിങ്ങൾ മാത്രമാണ്. എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു തആല കുഫ്റിന്റെയും ആ കുഫ്റിന്റെ അഹ്ലുകാരെയും ആളുകളെയും ഈ മക്കയിൽ നിന്ന് പുറത്താക്കി. പിന്നെന്തിനാണ്
ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല ആളുകൾ കേൾക്കെ ചോദിക്കുകയാണ്. എന്തിനാ അത് ചോദിച്ചെന്നറിയോ? സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. മക്കയിൽ ജീവിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് അവർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ഉംറ ചെയ്യാൻ വേണ്ടി കഅബയിലേക്ക് വന്നു. ഈ സന്ദർഭത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ മലമുകളിൽ കയറിയിരുന്ന് അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും പരിഹസിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? ഈ മക്കയിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ എന്ത് നല്ല ആരോഗ്യത്തോടു കൂടി ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ഇതാ മുഹമ്മദിന്റെ വാക്ക് കേട്ട് മദീനയിലേക്ക് പോയതിനു ശേഷം അവരിത് ആകെ മെലിഞ്ഞൊട്ടി ഉണങ്ങിയിരിക്കുകയാണ്. അവർക്ക് തിന്നാനും കുടിക്കാനൊന്നുമില്ല എന്ന് അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും മക്കയിലെ മുശ്രിക്കുകൾ പരിഹസിച്ച സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്കൊരു ക്ഷീണവും പറ്റിയിട്ടില്ല എന്ന് കാണിക്കാൻ മുശ്രിക്കുകൾ കാണാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലത്തെ ചുമല നിങ്ങൾ വെളിവാക്ക്, എന്നിട്ട് നിങ്ങൾക്കൊരു ക്ഷീണവുമില്ല എന്ന് കാണിക്കാൻ ആദ്യത്തെ 3 റൗണ്ട് നല്ല ശക്തമായി നടക്കുങ്ങൾ, നല്ല ഓട്ടമല്ല നടത്തുമല്ല, രൂപത്തിൽ മുശ്രിക്കുകൾക്ക് ഞങ്ങളുടെ ആരോഗ്യം കാണിക്കാൻ വലത്തെ ചുമൽ ഒഴിവാക്കി നല്ലൊരു ഓട്ടം അവരോട് ഓടാൻ വേണ്ടി പറഞ്ഞു. പിന്നീട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല പറയാണ്, പക്ഷെ ഇപ്പൊ അള്ളാഹിന്റെ റസൂല് ഞങ്ങൾ മരിച്ചുപോയി, മുശ്രിക്കുകൾ കഅബയിൽ നിന്ന് പുറത്തുപോയി, ഞങ്ങൾക്കിപ്പോ ഒരു പ്രയാസമില്ല, എന്തിനാണ് വീണ്ടും ഞങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം ആളുകൾ കേൾക്കാൻ വേണ്ടി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞു, മഅദാലിക്, അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ലാ നദഉ ശൈഅൻ കുന്നാ നഫ്അലുഹു അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഈ ഉംറ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ, തവാഫിന്റെ സന്ദർഭത്തിൽ എപ്രകാരമാണോ ഞങ്ങൾ ചെയ്തത്, ലാ നദഉ, ഞങ്ങൾ അത് ഒരിക്കലും ഒഴിവാക്കൂല, അത് അങ്ങനെ തന്നെ ചെയ്യും. ഇവിടെ മുശ്രിക്കുകൾ ഞങ്ങളെ കാണാൻ ഉണ്ടായാലും ഇല്ലെങ്കിലും. ഇതാണ് സഹാബത്ത് സഹോദരങ്ങളെ. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മതമായി ദീനായി എന്താണോ ആ സഹാബത്തിന് പഠിപ്പിച്ചത് അത് ഒരിക്കലും അവർ ഒഴിവാക്കുകയില്ല. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ കാണിക്കാത്തൊരു കാര്യം അവർ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയുമില്ല മതപരമായി. അതേപോലെ തന്നെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാൻ സാധിക്കും. കാരണം എന്താണെന്നറിയോ? ഇന്നത്തെ ഒരുപാട് ആളുകൾക്ക് ദീൻ ആചരിക്കണമെങ്കിൽ അവരുടെ ബുദ്ധിക്ക് യോജിക്കണം, അല്ലേ? അവരെ ബുദ്ധിക്ക് യോജിച്ചാൽ മാത്രമേ അവർ ദീന് സ്വീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചോദിക്കും, എന്താണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ദീന്, ഇത് ആളുകൾ കണ്ടാൽ പരിഹസിക്കുകയില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളോട് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാൻ സാധിക്കും. ഒരു ദിവസം ഒരു സ്ത്രീ വന്നുകൊണ്ട് ഉമ്മയോട് ചോദിച്ചു, യാ ഉമ്മ, മാ ബാലുൽ ഹായിദ്, എന്താ ഈ ആർത്തവകാരികളുടെ അവസ്ഥ എന്താണ്? കാരണം എന്നറിയോ? തഖ്ദി സിയാം വലാ തഖ്ദി സ്വലാ, ആർത്തവ സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യും? നമസ്കാരം ഒഴിവാവും, അതേപോലെ തന്നെ നോമ്പും ഒഴിവാവും ആർത്തവം ഉണ്ടെങ്കിൽ. പക്ഷേ ആർത്തവ കാലഘട്ടത്തിൽ ഒഴിവാകുന്ന നോമ്പ് അത് നോറ്റു വീട്ടണം, വലാ തഖ്ദി സ്വലാ, പക്ഷെ നിസ്കാരം അത് നോറ്റു വീട്ടേണ്ടതിൽ ഇത് എന്തൊരു കാര്യമാണ് എന്നുള്ളൊരർത്ഥത്തിൽ ഒരു സ്ത്രീ വന്ന് ആയിഷ ഉമ്മയോട് ചോദിച്ച സന്ദർഭത്തിൽ ആദ്യത്തെ ചോദ്യം ആയിഷ ഉമ്മ ആ സ്ത്രീയോട് ചോദിച്ചെന്നറിയോ? അഹറൂറിയത്തിൻ അന്തി, നീ ഒരു ഹറൂറിയക്കാരിയാണോ എന്ന് പറഞ്ഞാൽ പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് പുതിയ ചിന്താധാരകൾ കടത്തിക്കൊണ്ടുവന്ന കൂട്ടത്തിൽ ഒരു കൂട്ടമായിരുന്നു ഹറൂറികൾ എന്ന് പറയുന്ന വിഭാഗം. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു കാര്യം ചെയ്യണമെങ്കിൽ അവരുടെ ബുദ്ധിക്ക് യോജിക്കണം, അല്ലെ? സത്യത്തിൽ ഈ ഉംറയും ഹജ്ജും നിർവഹിക്കുന്ന സന്ദർഭത്തിൽ എന്ത് ബുദ്ധിയാണ് അവിടെ ഉള്ളത്? ഒരു വലത്തെ ചുമല് തുറന്നിടുക, കഅബത്തിന് 7 പ്രാവശ്യം സഈ ചെയ്യുക, അതേപോലെ തന്നെ ജംറയിൽ പോയി കല്ലെറിയുക, മിനയിൽ പോയിട്ട് കടന്നുറങ്ങുക, എന്താ അതിലുള്ളത്? അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്ന സന്ദർഭത്തിൽ ഈ പെണ്ണിനോട് ചോദിച്ചത്, നീ ഹറൂറിയാണോ എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് യോജിക്കുന്നത് മാത്രമാണെന്ന് സ്വീകരിക്കുക. എന്നിട്ട് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർക്ക് കൊടുത്ത മറുപടി എന്തെന്നറിയോ? കാന യുസീബുനാ ദാലിക്, നീ മനസ്സിലാക്കണം, ഇത് ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഏത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇത് ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്, ഹൈള് ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു, ഫനുഉമറു ബിഖദാഇ സിയാം
വലാ നുഅ്മറു ബിഖദാഇ സ്വലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ജീവിക്കുന്ന ഘട്ടത്തിൽ, ഞങ്ങൾക്ക് ഹൈദ് ഉണ്ടായ ഘട്ടത്തിൽ ഫനുഅ്മറു, ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടത് ബിഖദാഇ സിയാം, ആ സന്ദർഭത്തിൽ നഷ്ടപ്പെട്ട നോമ്പ് നോറ്റുവീട്ടാനാണ്. വലാ നുഅ്മറു ബിഖദാഇ സ്വലാഹ്, ആ സന്ദർഭത്തിൽ നഷ്ടപ്പെട്ട നിസ്കാരം അത് നോറ്റുവീട്ടാൻ ഞങ്ങളോട് കൽപ്പിച്ചിട്ടില്ല. അതാണ് ദീന സഹോദരങ്ങളെ. നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചാൽ മാത്രമല്ല ദീന് സ്വീകരിക്കുക. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊന്ന് പഠിപ്പിച്ചോ അത് സ്വീകരിക്കുക, അത് വിശ്വസിക്കുക, അത് ആചരിക്കുക, അതാണ് ദീൻ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, മുസ്ലിങ്ങൾക്കിടയിലുള്ള ഏത് തരം അഭിപ്രായ വ്യത്യാസങ്ങൾ എടുത്തു നോക്കിക്കോ, ഒരൊറ്റൊരു കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, ആ ചര്യ അത് സഹാബത്തിന് പരിചയമുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇല്ല എങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കുക, ഒഴിവാക്കുക. മുസ്ലിങ്ങൾ ഐക്യപ്പെടാൻ ഏറ്റവും നല്ലൊരു മാനദണ്ഡം അത് മാത്രമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബ വനിതകൾ എപ്രകാരമാണോ ദീൻ മനസ്സിലാക്കി ആചരിച്ചത് അതുപോലെ വിശ്വസിക്കുക, ആചരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن سار على نهجه واستنى بسنته إلى يوم الدين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മൾ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ മാർഗം ആരൊഴിവാക്കിയാലും അവൻ പിഴച്ചതു തന്നെ, അത് വ്യക്തിയാണെങ്കിലും സംഘടനകളാണെങ്കിലും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും കരണീയമായിട്ടുള്ളത്, നമ്മൾ ദീന് പഠിക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അതെങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ്. അതല്ല എങ്കിൽ ആവർത്തിച്ചു പറയട്ടെ, നമുക്കിടയിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും, പിഴവുകൾ അത് കൂടിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മൾ ഈ കഴിഞ്ഞ ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ കണ്ടത്. തീർന്നിട്ടില്ല സഹോദരങ്ങളെ. ഏറ്റവും ഖേദകരം എന്ന് പറയട്ടെ, റബീഉൽ ആഖിറിൽ ചില സംഗതികൾ നമ്മൾ കാണാൻ പോവുകയാണ്. അതുകൊണ്ട് കാലേക്കൂട്ടി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് താക്കീത് നൽകുകയാണ്. കാരണം റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മീലാദുൻ നബിയാണെങ്കിൽ റബീഉൽ ആഖിറിൽ നമ്മുടെ പ്രത്യേകിച്ച് കേരളക്കരയിലും അതുപോലെ തന്നെ ആഫ്രിക്ക പോലുള്ള ഒരുപാട് നാടുകളിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ജീലാനി അനുസ്മരണം എന്ന പേരിൽ ഖുത്ബിയ്യത്തും അതേപോലെ തന്നെ റാത്തീബും നടക്കാൻ പോകുന്ന ഒരു മാസമാണ് റബീഉൽ ആഖിർ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ ഒരു കാര്യം നമ്മൾ ശരിക്കും പഠിച്ചു മനസ്സിലാക്കിയില്ല എങ്കിൽ ഈ ഉമ്മത്ത് വലിയൊരു പിഴവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ജീലാനി ദിനമെന്ന അല്ലെങ്കിൽ ജീലാനി അനുസ്മരണം എന്ന പേരിൽ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിൽ നമ്മൾ അറിയേണ്ട ചില സംഗതികളുണ്ട്. അതിൽ ഉമ്മത്ത് ശിർക്ക്പരമായ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു. അതേപോലെ തന്നെ ബിദ്അത്തുകളുണ്ട്. അതേപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ ഈ ജീലാനി ദിനവുമായി ബന്ധപ്പെട്ട് ഈ റാത്തീബുകളിലും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പരിപാടികളിലും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലൊന്നാമതായി നമ്മൾ അറിയേണ്ടത് എന്താണ് ഷെയ്ഖ് ജീലാനി എന്നുള്ളതാണ്. അബ്ദുൽ ഖാദർ ജീലാനി എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ ഖാദർ എന്നാണ്. യഥാർത്ഥത്തിൽ ജീലാൻ എന്ന് പറയാനുള്ള കാരണം ഇറാനിലെ ജീലാനിൽ നീപ്പ് എന്ന പട്ടണത്തിൽ ജനിച്ച വ്യക്തിയാണ് യഥാർത്ഥത്തിൽ അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന വ്യക്തി. ഹിജറ 470 റമളാൻ 1 ജനിക്കുകയും ഹിജറ 561 റബീഉൽ ആഖിർ 11 മരണപ്പെട്ടു പോവുകയും ചെയ്ത, ദീനിനു വേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്ത ഒരു മഹാവ്യക്തിയായിരുന്നു അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാ എന്ന് പറയുന്ന വ്യക്തി. എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ സമൂഹത്തിന് ചെയ്ത സേവനങ്ങൾ ധാരാളക്കണക്കിന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല, അദ്ദേഹം ചില ഗ്രന്ഥങ്ങൾ ഈ ഉമ്മത്തിന് രചിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 ഗ്രന്ഥങ്ങളാണ് ഫത്ഹുർ റബ്ബാനി, അതുപോലെ തന്നെ ഫുതൂഹുൽ ഗൈബ്, അതുപോലെ തന്നെ ഉന്യത്തു താലിബീൻ എന്ന ഈ 3 ഗ്രന്ഥങ്ങൾ. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, ജീലാനി അനുസ്മരണം എന്ന പേരിൽ ആ മഹാനായ വ്യക്തിയെ അനുസ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥവും
ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയില്ല. കാരണം ഈ ഗ്രന്ഥമെങ്ങാനും ഈ സമൂഹത്തിൽ ചർച്ച ചെയ്താൽ ഇവർ പറയുന്ന അല്ലെങ്കിൽ ഇവർ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തികൾക്കും എതിരായിട്ടാണ് ഇദ്ദേഹം രചിച്ചിട്ടുള്ള ഈ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കുന്നത്. അതിനു പകരമായി അദ്ദേഹത്തിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ അനുസ്മരണം എന്ന പേരിൽ നമ്മുടെ നാടുകളിൽ ഉള്ളതെന്താണെന്നറിയോ? ഒന്ന് മുഹിദ്ദീൻ മാലയാണ്. അത് മുഹിദ്ദീൻ മാല പഴയതുമുണ്ട്, മുഹിദ്ദീൻ മാല പുതിയതുമുണ്ട്. അതുപോലെ തന്നെ കാര്യമായി നമ്മുടെ വീടുകളിൽ അതേപോലെ തന്നെ പള്ളികളിൽ നടക്കുക എന്നുള്ളത് ഖുതുബിയത്താണ്. ഖുതുബിയത്ത് ബൈത്തി എന്ന് പറയുന്ന ഖുതുബിയത്താണ് ഈ റബീഉൽ ആഖിറിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മുടെ പള്ളികളിൽ നടക്കാൻ പോകുന്നത്. സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഖുതുബിയത്ത് സഹാബത്തിന് പരിചയമുണ്ടോ? ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്താണെന്നറിയോ? ഈ ഖുതുബിയത്തിന്റെ രചയിതാവാരാണ്? സ്വഹാബത്താണോ? താബിയാണോ? തബഉ താബിയാണോ? അതല്ലെങ്കിൽ നമ്മുടെ അയിമ്മത്തുകളിൽപ്പെട്ട ആരെങ്കിലുമാണോ? അല്ല സഹോദരങ്ങളെ. കാരണം 1040 കായൽപട്ടണം, തമിഴ്നാട്ടിലെ കായൽപട്ടണത്തിൽ ജനിച്ച സദഖത്തുള്ള അൽ ഖാഹിരി എന്ന വ്യക്തി രചിച്ചതാണ് ഈ ഖുതുബിയത്ത് എന്ന ബൈത്ത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഖുതുബിയത്തിന്റെ പ്രായം എത്രയാണ്? 407 വർഷമായി ഈ ഖുതുബിയത്ത് രചിക്കപ്പെട്ടിട്ട്, അല്ലേ? നമ്മൾ മനസ്സിലാക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ മരിച്ചിട്ട് 114 കഴിഞ്ഞ് 1400 കൊല്ലം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് 1000 കൊല്ലത്തിന് ശേഷം ഉണ്ടായ ഒരു സംഗതിയാണ് ഈ ഖുതുബിയത്ത് എന്നുള്ളത്. സഹാബത്തിന് പരിചയം ഉണ്ടാവോ? അയിമത്തിന് പരിചയം ഉണ്ടാവോ? അതുപോലെ തന്നെ അതിനുശേഷം പറയുന്ന ഈ മുഹിദ്ദീൻ മാല, മുഹിദ്ദീൻ മാലയുടെ രചയിതാവാര? സ്വഹാബിയ, താബിയ, തബഉ താബിയ, ഏതെങ്കിലും ഒരു അയിമത്ത് അല്ല. അത് ഉണ്ടാക്കിയത് കോഴിക്കോട്ടുള്ള ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന ഹിജ്റ 1321 മുഹീദ്ദീൻ മാല രചിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കേവലം 126 കൊല്ലം മാത്രം പഴക്കമുള്ള ഒരു സാധനമാണ് ഈ മുഹീദ്ദീൻ മാല എന്ന് പറയുന്നത്. അതുകൊണ്ട് ആവർത്തിച്ചു പറയട്ടെ സഹോദരങ്ങളെ, സഹാബത്തിന് ഇത് പരിചയമില്ല, താബീങ്ങൾക്ക് പരിചയമില്ല, എന്തിനേറെ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിയ ആ ഇമ്മത്തിന് പരിചയമില്ലാത്ത കാര്യമാണ്. ഏറെ ഭക്തിയോടുകൂടി, ഏറെ ഭവ്യതയോടുകൂടി, അല്ലെ? സബീന കിതാബ് കണ്ടിട്ടില്ല? പള്ളിയിൽ തലയണ വെച്ച് അതിന് മേലൊരു മുണ്ട് വിരിച്ച് ഈ കിതാബ് വെച്ച് ചന്ദൻ തിരി കത്തിച്ച് അള്ളാഹുവിന്റെ പള്ളിയിലിരുന്ന് ഇതാ റബീഉൽ ആഖിർ മാസത്തിൽ നമ്മുടെ നാടുകളിൽ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ഓതാൻ പോവുകയാണ്. അവരോട് വെറുപ്പ് കൊണ്ട് പറയുന്നതല്ല, മറിച്ച് സഹോദരങ്ങളെ സൂചിപ്പിക്കട്ടെ, ഇതിലുള്ള അപകടകരമായ വരികൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷത്തിനും അറബി അറിയില്ല. അതുകൊണ്ട് എന്താണ് ഈ മാലയിലും ഈ മൗലൂദിലും ഈ ഖുതുബിയത്തിലും പറയുന്നത് എന്ന് സാധാരണക്കാരായ ആളുകൾക്കറിയില്ല സഹോദരങ്ങളെ. യഥാർത്ഥത്തിൽ ഈ ഖുതുബിയത്തിൽ മുഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന വരികളാണ്. കാരണം അതിലൊരു വരി എന്താണെന്നറിയോ? യാ സയ്യിദി സനദി ഗൗതി വയാ മദദി കുല്ലി ളഹിറൻ അലൽ അദാഹി ബിൽ മദദി. സഹോദരങ്ങളെ, ആരാ വിളിക്കുന്നറിയോ? മരിച്ചുപോയ മുഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ആളുകൾ പള്ളിയിൽ നിന്ന് വിളിക്കാണ്. യാ സയ്യിദി, എന്റെ നേതാവേ, വസനദി, എന്റെ അവലംബമേ, വഗൗതി, എന്റെ സഹായമേ. എന്നിട്ട് എന്താ പറയുന്നറിയോ? കുല്ലി, നിങ്ങൾ ഞങ്ങൾക്കാകണം, ബഹീറൻ അലൽ അദാഇ ബിൽ മദദി, ശത്രുക്കൾക്കെതിരിൽ വ്യക്തമായ സഹായി നിങ്ങൾ ഞങ്ങൾക്കാകണമെന്ന് സഹോദരങ്ങളെ മുസ്ലിമീങ്ങളായ ആളുകളെ കൊണ്ട് മുഹീദ്ദീൻ ഷേഖിനെ വിളിപ്പിക്കുന്ന വരികൾ ഈ ഖുതുബിയത്തിലുണ്ട്. നിങ്ങൾ ഉസ്താദുമാരോട് ചോദിക്കണം, അതിന്റെ അർത്ഥം ചോദിക്കണം. എന്താ ഉസ്താദ് ഇത് പറഞ്ഞാൽ എന്ന് മാത്രമല്ല, അതിലുള്ള മറ്റൊരു കാര്യം എന്തെന്നറിയോ? മുഹീദ്ദീൻ ഷേഖ് പറഞ്ഞു എന്ന കള്ളം പറഞ്ഞുകൊണ്ട് അതിലൊരു വരി എന്തെന്നറിയോ? നിങ്ങൾ പള്ളിയിൽ നിന്ന് കേൾക്കും, ഉസ്താദുമാരോട് ചോദിക്കണം. എന്താണെന്നറിയോ? മൊയ്തീൻ ഷേഖ് പറഞ്ഞു അത്രേ, ആരാണ് എന്റെ പേരിനെ വിളിക്കുന്നത്? എത്ര തവണ? അൽഫം ബിഖൽവതിഹി, ഒഴിഞ്ഞിരുന്ന് ഒറ്റക്ക് എന്റെ പേരിനെ 1000 തവണ ആരാണ് വിളിക്കുന്നത്? അസ്മം ബിഹിമ്മതിഹി സർമൻ ലിഅഫ്വതിഹി, ദൃഢനിശ്ചയത്തോടുകൂടി അശ്രദ്ധകൾ ഒഴിവാക്കി എന്റെ പേരിനെ
ആരെങ്കിലും വിളിച്ചാൽ മൊയ്തീൻ ഷേഖ് പറഞ്ഞു അത്രേ, അജബതുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതി, എന്നെ വിളിച്ചത് കാരണം അജബതുഹു മുസ്രിഅൻ, വളരെ പെട്ടെന്ന് ഞാൻ ആ വ്യക്തിക്ക് ഉത്തരം നൽകും. അതുകൊണ്ട് ഫൽയദു യാ അബ്ദൽ ഖാദിർ മുഹിയുദ്ദീൻ, അതുകൊണ്ട് അബ്ദുൽ ഖാദിർ മുഹിയുദ്ദീൻ എന്നവരെ എന്നെ വിളിച്ചു കൊള്ളട്ടെ എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, ആ ഖുതുബിയത്തിൽ എങ്ങനെയാണ് ഈ ഖുതുബിയത്ത് പറയേണ്ടത്, എങ്ങനെയാണ് അബ്ദുൽ ഖാദിർ ജീലാനിയെ വിളിക്കേണ്ടത് എന്നുള്ള രൂപം പോലും പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെന്നറിയോ? ബഅദ സ്വലാത്തി ഇത്നതൈ അശറത മിർ റക്അ മഅൽ ഫവാതിഹി വൽ ഇഖ്ലാസി ബിൽ ഖദ്അ യാ ഗൗസൽ അഅ്ളമി അബ്ദുൽ ഖാദിർ അസ്സുർഅ യാ സയ്യിദി ഹുദുർനി യാ മുഹിയുദ്ദീൻ ബഅദ സ്വലാത്തി ഇത്നതൈ അശറത മിർ റക്അ. എന്തിനാണോ? 12 റക്അത്ത് നിസ്കരിക്കണം. മഅൽ ഫവാതിഹി വൽ ഇഖ്ലാസി ബിൽ ഖദ്അ, ഓരോ റക്അത്തിലും ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും ഓതണം. എന്നിട്ട് വിളിക്കാം യാ ഗൗസൽ അഅ്ളം, എന്റെ മഹത്തായ സഹായെ അബ്ദുൽ ഖാദിർ അസ്സുർഅ, അബ്ദുൽ ഖാദിർ എന്നവരെ വളരെ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഹാജരാകണം. യാ സയ്യിദ് ഹുദുർനി യാ മുഹിയുദ്ദീൻ. നിങ്ങൾ കേട്ടിട്ടില്ലേ ഖുതുബത്ത് നടക്കുന്ന സന്ദർഭത്തിൽ ഈ ബൈത്ത് പാടിയാൽ ആളുകൾ പറയും ഹാദിറു ഹാദിറു, ഈ മജ്ലിസിൽ ഹാദിറു എന്നൊരു വിശ്വാസം. ഈ വിളിക്കുന്ന സദസ്സിലേക്ക് മുഹ്യിദ്ദീൻ ഷേഖ് റഹ്മഹുല്ലാഹ് ഹാജരാകുമെന്നുള്ള വിശ്വാസമാണ് സഹോദരങ്ങളെ ഈ ഉമ്മത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എവിടേക്കായി ഉമ്മത്തിനെ ഈ ഉസ്താദുമാർ കൊണ്ടുപോകുന്നത്? ആരുള്ള വെറുപ്പ് കൊണ്ടല്ല ഈ പറയുന്നത്. ഈണത്തിൽ പറയുന്ന കാര്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങൾ വിശ്വാസികൾ നിങ്ങൾ കരുതിയിരിക്കണം. കാരണം വിശുദ്ധ ഖുർആന്റെ ആയത്തിനെതിരാണ്. കാരണം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്ന് പറയുന്ന ഒരു മുസ്ലിം എങ്ങനെയാണ് സഹോദരങ്ങളെ അബ്ദുൽ ഖാദിർ ജീലാനിയെ മരിച്ചുപോയ അബ്ദുൽ ഖാദിർ ജീലാനിയെ വിളിക്കുക? 1000 തവണ പോയിട്ട് സഹോദരങ്ങളെ ഒരു വിശ്വാസിക്ക് മരിച്ചുപോയ ഒരു വ്യക്തിയെ ഒരു തവണ വിളിക്കാൻ പറ്റുമോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യ്, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, എന്നോട് ദുആ ചെയ്യാതെ അഹങ്കരിച്ച് നടക്കുന്ന ആളുകളെ ഞാൻ നിന്നേരായി നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞത് സഹോദരങ്ങളെ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, നബിയെ എന്റെ അടിമകൾ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ അവരോട് പറയണം ഫഇന്നി ഖരീബ്, ഞാൻ അവർക്ക് ഏറ്റവും സമീപസ്ഥനാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഞാൻ ഉത്തരം നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് സഹോദരങ്ങളെ അതൊക്കെ മാറ്റിവെച്ച് ഈ മരിച്ചുപോയ മൊയ്തീൻ ഷേഖിനെ വിളിക്കാനാണ് ഈ ഉമ്മത്തിനോട് ആരെങ്കിലും കൽപ്പിക്കുന്നത് എങ്കിൽ സഹോദരങ്ങളെ അത് നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല. എന്ന് മാത്രമല്ല ഇക്കാര്യത്തിൽ ഉമ്മത്തിനെ നല്ല രൂപത്തിൽ താക്കീത് ചെയ്യേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞുവല്ലോ ഇതിന്റെ ഒരു കാര്യം എന്തെന്ന് പറയുന്നത് ജീലാനി എന്ന ഓമന പേരിൽ ഒരു ചീരണയും കൂടി കൊടുത്താൽ പിന്നെ ആളുകൾ കാര്യമൊന്നും ചിന്തിക്കൂല. നല്ല ഈണത്തിൽ ഉസ്താദുമാര് പാടിയാൽ അതിന് ജവാബ് പറയും. സഹോദരങ്ങൾ അറിയണം, നിങ്ങൾ പഠിക്കണം, ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിശ്വാസമാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഈമാനാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലുള്ള ഈ പുഴുക്കുത്തുകളെ നമ്മൾ നല്ലവണ്ണം അറിയുകയും നേരത്തെ പറഞ്ഞതുപോലെ ആവർത്തിച്ചു പറയട്ടെ, ഏത് അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മുടെ സഹാബത്തിന്റെ മാർഗത്തിലേക്ക് മടക്കുകയും ആ സഹാബത്തിന് പരിചയമില്ലാത്ത കാര്യം ഈ ലോകത്ത് എത്ര ഭൂരിപക്ഷം ആളുകൾ ചെയ്താലും ഇല്ല എന്ന് പറയാൻ വിശ്വാസികൾ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ള വിശ്വാസ വ്യതിയാനങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.